കൂത്തുപറമ്പ് വെടിവെപ്പിന് പിന്നാലെ റവാഡ ചന്ദ്രശേഖരനെ നിശിതമായി വിമർശിച്ചുള്ള പിണറായി വിജയന്റെ പഴയ നിയമസഭാ പ്രസംഗം പുറത്ത്. വെടിവെപ്പിന് കാരണം റവാഡ ചന്ദ്രശേഖർ എന്ന് പ്രസംഗത്തിൽ വെടിവെപ്പ് പരിശീലനമെന്ന് റവാഡ പറഞ്ഞതായി പിണറായി. 1995 ജനുവരി 30 അടിയന്തര പ്രമേയ ചർച്ചയിലാണ് പിണറായി വിജയന്റെ പരാമർശം. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, പുതിയ DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ആ പ്രസംഗത്തിൽ പറയുന്നത്? വിവരങ്ങൾ. സ്വാതി, കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായി പിന്നീട് തൊട്ടു പിന്നാലെ ചേർന്നിട്ടുള്ള നിയമസഭാ സമ്മേളനത്തിലാണ് ഈ വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അന്ന് MLA ആയിരുന്ന പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് ഇന്ന് DGP ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖരനെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുന്നതാണ്. നേരത്തെ റവാഡ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന ചർച്ച വന്ന ഘട്ടത്തിൽ തന്നെ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അതിൽ പങ്കാളിയാണെന്ന തരത്തിൽ വ്യാപകമായ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളെ പാടെ തള്ളുകയാണ് CPIM ചെയ്തിരുന്നത്. റവാഡയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വെടിവെപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് ഇല്ല എന്നായിരുന്നു CPIMന്റെ വാദം. പക്ഷേ പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ റവാഡയ്ക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് നിയമസഭാ രേഖ. 1995 ജനുവരി 30 ഇത് സംബന്ധിച്ച ചർച്ച നടക്കുന്നത്. അന്ന് ആ നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകളിൽ ഒന്ന് പറയുന്നത്, അതായത് SP റവാഡ ചന്ദ്രശേഖർ കൊലക്കുറ്റത്തിന് SP റവാഡ ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അന്ന് DYFIയുടെ നേതാവായിരുന്ന MV ജയരാജൻ റവാഡയെ കണ്ട് ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് പോകും, വെടിവെക്കരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വെടിവെക്കുന്നത് ഞങ്ങൾക്കൊരു പരിശീലനമാണ് എന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞതായും ഈ നിയമസഭാ രേഖയിൽ ഉണ്ട്. ഈ വെടിവെപ്പിന് പ്രധാനമായും നേതൃത്വം നൽകിയത് റവാഡ ചന്ദ്രശേഖറും DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയാണെന്ന് ഈ രേഖയിൽ പിണറായി വിജയൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവർക്കുമെതിരെ, ഈ DYSPക്കും ASP ആയിരുന്ന റവാഡയ്ക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, ഇവരെ അടിയന്തരമായി ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി അന്നത്തെ MLA ആയിരുന്ന പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. ആ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് CPIMനും നിഷേധിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുകയാണ്. ഈ വിഷയത്തിൽ CPIMന്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവായ MV ജയരാജനാണ് കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത്. അത് നേരത്തെ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം റവാഡയ്ക്ക് പങ്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. റവാഡയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പുമായി പങ്കില്ല എന്ന് CPIM ആവർത്തിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പിണറായി വിജയന്റെ അന്നത്തെ ഈ പരാമർശങ്ങൾ പുറത്തു വരുന്നത്. ആ രേഖകളിൽ കൃത്യമായി റവാഡയ്ക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, റവാഡ ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്യണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് MLA ആയിരുന്ന ആ ഘട്ടത്തിൽ നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. സ്വാതി, എന്തായാലും ഇത് വലിയ തരത്തിൽ ചർച്ചകളിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1995 പിണറായി വിജയൻ സംസാരിച്ച കാര്യങ്ങളാണ്, പ്രസംഗിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും പ്രത്യേകിച്ചും CPIMനെ സംബന്ധിച്ച് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറയുന്നത് അതൊരു വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇക്കാര്യത്തിൽ ഈ റവാഡ ചന്ദ്രശേഖർ DGP ആയി വരുന്ന സമയത്ത് തന്നെ CPIM ഇതിനെ എതിർക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ഉയർന്നിരുന്നത്. എന്നാൽ അതെല്ലാം മറികടന്നാണ് ഇപ്പോൾ DGP ആയി റവാഡ ചന്ദ്രശേഖർ എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഈ ഒരു പ്രസംഗം വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അത് വീണ്ടും ചർച്ചയാകുമ്പോൾ CPIMന്റെ ഒരു നിലപാട് ഏത് രീതിയിലായിരിക്കും? സ്വാതി, CPIMന് എന്തായാലും ഇതൊരു പ്രതിരോധം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ നേരത്തെ പറഞ്ഞ നിലപാട്, നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ തന്നെ റവാഡ ഇതിൽ നേരിട്ട് പങ്കാളിയല്ല. ഇത് DYSPയും മന്ത്രിയും ഉൾപ്പെടെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയതെന്നായിരുന്നു CPIMന്റെ വാദം. അന്ന് ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ MV ജയരാജനായിരുന്നു. MV ജയരാജൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പൂർണ്ണമായും റവാഡയെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലേഖനം ഉണ്ടായത്. എന്ന് മാത്രമല്ല, കൂത്തുപറമ്പിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് റവാഡ ശ്രമിച്ചതെന്ന തരത്തിലുള്ള പ്രസ്താവന കൂടി അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയിരുന്നു. പക്ഷേ അതിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് പിണറായി വിജയന്റെ നിയമസഭയിലെ പ്രസംഗം എന്ന് പറയേണ്ടി വരും. കാരണം MV ജയരാജൻ റവാഡയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുകയുള്ളൂ, മറ്റ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകില്ല, അതുകൊണ്ട് വെടിവെക്കരുതെന്ന് പറഞ്ഞപ്പോൾ റവാഡയുടെ മറുപടി ആയി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് വെടിവെപ്പൊക്കെ ഒരു പരിശീലനം
പരിശീലനമാണ് എന്നുള്ളതാണ്. അതായത് എം വി ജയരാജൻ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് പിണറായി വിജയൻ അന്ന് നിയമസഭയിൽ പറഞ്ഞ പ്രസംഗം എന്നുള്ളത് ആ രേഖകളിൽ നിന്ന് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പങ്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് പിണറായി വിജയൻ ഈ രേഖകളിൽ നിയമസഭയിൽ പ്രസംഗിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എത്രത്തോളമാണെന്ന് ഊഹിക്കാൻ കഴിയും. അങ്ങനെ ഉത്തരവാദിത്തമുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞ ആളാണിപ്പോൾ DGP ആയി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അന്ന് സസ്പെൻഡ് ചെയ്യാനും ഈ നിയമസഭ അടിയന്തര പ്രമേയത്തിൽ പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അത്തരത്തിൽ വലിയ പങ്ക് റവാഡയ്ക്ക് ഉണ്ട് എന്ന് CPM-ന്റെ അന്നത്തെ പ്രധാനപ്പെട്ട നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ അന്ന് നിയമസഭയിൽ പ്രസംഗിച്ചതാണ്. പക്ഷേ അത് പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് CPIM ഇപ്പോഴെന്തായാലും സ്വീകരിച്ചിട്ടുള്ളത്. ഈ പിണറായി വിജയൻ്റെ ഈ ലേഖനം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ CPIM ഇനി എന്ത് പ്രതിരോധം തീർക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. സ്വാതി. അർജുൻ, മറ്റൊരു കാര്യം, അന്ന് കൊലക്കുറ്റമാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖറിന് അടക്കം ചുമത്തിയത്. എന്നാൽ പിന്നീട് പോലീസുകാർക്ക് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വ്യക്തിവൈരാഗ്യവും ഇല്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഇവരെ പ്രതികളെ എല്ലാം തന്നെ വെറുതെ വിടുന്നത്. ഇപ്പോൾ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്തേക്കാണ് DGP ആയി റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. അപ്പോൾ ഇനി ഇത്തരം ആരോപണങ്ങൾക്ക് ഒക്കെ ഒരു സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളുടെ കാര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യമായിരിക്കില്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതിലൊരു പ്രതിരോധമായി വരുന്നത്? തീർച്ചയായും ഇനി ആ വിവാദം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPM എന്തായാലും ആഗ്രഹിക്കുന്നില്ല. അത് നേരത്തെ തന്നെ അവർ അടച്ചതാണ്. ഈ DGP ആയി ചുമതലയേറ്റതിന് ശേഷം പിന്നീട് CPM നേതാക്കളൊക്കെ റവാഡയ്ക്ക് പങ്കില്ല എന്ന തരത്തിൽ ആണ് പരാമർശം നടത്തിയത്. പിന്നീട് കോടതിയും ഈ കാര്യത്തിൽ റവാഡ ചന്ദ്രശേഖരൻ പ്രതിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലേഖനത്തിന് ഇനി എന്ത് മറുപടി പറയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മറ്റ് തരത്തിലുള്ള പ്രതിസന്ധി CPM-ന് എന്തായാലും ഇത് ഉണ്ടാക്കില്ല. പക്ഷേ CPM-ന്റെ മുഖ്യമന്ത്രി ആണ് അന്ന് നിയമസഭയിൽ രേഖാമൂലം ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞത്. അത് റവാഡയ്ക്ക് കൃത്യമായി ഇക്കാര്യത്തിൽ പങ്കുണ്ട്, കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പങ്കുണ്ട്, അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശദമാക്കുന്ന രേഖ മുഖ്യമന്ത്രി തന്നെ അന്ന് MLA ആയിരുന്ന പിണറായി വിജയൻ തന്നെ പറയുമ്പോൾ CPM-ന് ഇനി അതിലെന്ത് പ്രതിരോധം തീർക്കാൻ കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട ചോദ്യം തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് CPM-ന്റെ നേതാക്കൾ മുതിരുമോ എന്നുള്ളത് അറിയേണ്ടതാണ്. ഇക്കാര്യത്തിൽ എന്തായാലും ഏറ്റവും ആധികാരികമായി സംസാരിക്കേണ്ട ആൾ MV ജയരാജനായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കൂത്തുപറമ്പ് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് MV ജയരാജൻ. അന്ന് ഈ പറയുന്ന ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനോട് നേരിട്ട് സംസാരിച്ച ആളാണ് MV ജയരാജൻ. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇന്ന് പിണറായി വിജയൻ്റെ ഈ പ്രസംഗത്തിൽ പറയുന്നത് പോലുള്ള പരാമർശങ്ങൾ അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. നേരത്തെ ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ പോലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് റവാഡ ചന്ദ്രശേഖർ ശ്രമിച്ചതെന്നാണ് MV ജയരാജൻ പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള പരാമർശമാണ് 1995 ജനുവരി 30-ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി പിണറായി വിജയൻ പറഞ്ഞതെന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് നേരിട്ട് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖറിന് പങ്കുണ്ട്, അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. മാത്രമല്ല DYFI നേതാവായിരുന്ന ജയരാജൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ചെന്നപ്പോൾ വെടിവെപ്പ് ഞങ്ങൾക്കൊരു പരിശീലനമാണ് എന്ന് പറഞ്ഞതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പ്രസംഗിച്ചത്. അത്തരത്തിൽ വലിയ ആരോപണമാണ് അന്ന് എന്തായാലും അദ്ദേഹം റവാഡ ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ CPM എന്തായാലും ഇപ്പോൾ അത് ഉന്നയിക്കുന്നില്ല. അവർ ഇപ്പോഴും അദ്ദേഹത്തെ നിരപരാധിയാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തം റവാഡയ്ക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അന്നത്തെ DYSPക്കും മന്ത്രിക്കുമാണ് ഉത്തരവാദിത്തമെന്ന് പറഞ്ഞ് റവാഡയെ സംരക്ഷിച്ചു നിർത്തുന്ന സമീപനമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി എന്തായാലും ഈ പരാമർശം ഇത് നിയമസഭാ രേഖയാണ്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ തള്ളിക്കളയാൻ CPM-ന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ രേഖയിന്മേൽ